സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് പിന്നെയും പാഠഭേദത്തിലൂടെ ഒരു വിവരണം നൽകുകയാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും ഇറാൻ ഇസ്രയേലിൻ്റെ സുഹൃത്തായിരുന്നെന്നും സുഹൃത്ത് എങ്ങനെ ശത്രുവായി തീർന്നെന്നുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ധാരണ, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രയേലിൻ്റെ സുഹൃത്തായിരുന്ന രാജ്യം പെട്ടെന്ന് ശത്രുവായി മാറി എന്നൊരു ധാരണയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്നാൽ എന്താണ് യഥാർത്ഥ ചരിത്രമെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരിക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നത്, അതിൻ്റെ കാരണമെന്തെന്നുള്ളതിന് ഒരു വ്യക്തത വരുത്തുക. ഇതൊക്കെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ താല്പര്യപ്പെടുന്നത്. ചരിത്രം നാം പഠിക്കണം. ഇറാൻ്റെ ചരിത്രം, ഇറാൻ ഇസ്രയേൽ ബന്ധത്തിൻ്റെ ചരിത്രം നാം പഠിക്കണം. അതോടൊപ്പം തന്നെ മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ആ ദേശത്തെ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, എങ്ങനെയാണ് മധ്യപൗരസ്ത്യ ദേശത്തെ പൊളിറ്റിക്സ് ജിയോ പൊളിറ്റിക്സിനെ, ഗ്ലോബൽ പൊളിറ്റിക്സിനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്ന് പാലസ്തീൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച് ഒരു നല്ല ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഇസ്രയേൽ അവരുടെ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുവാൻ, വിശാല ഇസ്രയേൽ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില കോൺഫ്ലിക്റ്റുകൾ മാത്രമല്ല, അതിലൊക്കെ അപ്പുറമായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനെ മാത്രം ബാധിക്കുന്ന ചില പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇറാൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. വേദപുസ്തക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള പേർഷ്യൻ സാമ്രാജ്യം, പാർസി സാമ്രാജ്യമായിരുന്നു ഇറാൻ. ദാനിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള പാർസി ദേശം, അതായത് നെബൂഖദ്നേസറും ദാനിയേലും ഒക്കെ കണ്ട ദർശനങ്ങളിലെ പ്രബലമാകുന്ന 4 സാമ്രാജ്യങ്ങളിൽ വളരെ ശക്തമായ മേദ്യ, പാർസിയ അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം. വേദപുസ്തക കാലഘട്ടത്തിൽ നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിൻ്റെ രാജാവ്, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, അദ്ദേഹമാണ് ഇസ്രയേലിൽ നിന്ന് ആളുകളെ ബന്ദികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേകിച്ചും തെക്കൻ ദേശമാകുന്ന യഹൂദിയയിലെ ആളുകളെയാണ് ബന്ദികളാക്കി നെബൂഖദ്നേസർ കൊണ്ടുപോകുന്നത്. വടക്കൻ ദേശം, ഇസ്രയേൽ എന്ന് പറയുന്ന ദേശം, അതിനു മുമ്പ് തന്നെ അശൂരിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് തെക്കൻ ദേശമാകുന്ന ജുദയ അല്ലെങ്കിൽ യഹൂദിയയ്ക്ക് നേരെയുള്ള ആക്രമണം നെബൂഖദ്നേസറിലൂടെ ഉണ്ടാകുന്നത്. ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നു, ബന്ദികളാക്കി അനേകരെ പിടിച്ചുകൊണ്ടുപോകുന്നു. ആ ഒരു അനുഭവത്തെയാണ് ബാബിലോൺ പ്രവാസം എന്ന പേരിൽ നമ്മൾ സാധാരണ വിവരിക്കുന്നത്. ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിൻ്റെ കഥകൾ, അതിനോടനുബന്ധിച്ച പ്രവചനങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകം, എഹെസ്കേലിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ പ്രവാസകാലത്ത് പ്രവചിച്ച സെഖര്യാവ്, ഹഗായി, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ, എസ്രയുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകം, ഈ പുസ്തകത്തിലൊക്കെ പ്രവാസത്തിന് ശേഷം ഉള്ള മടങ്ങിവരവും അതിനോടനുബന്ധിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനത മടങ്ങി വരുവാൻ വളരെ പ്രധാനപ്പെട്ട കാരണമായി തീർന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയ ബാബിലോൺ മേദ്യ പാർഷ്യ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയും പേർഷ്യൻ രാജാക്കന്മാർ, പിന്നീട് വന്ന രാജാക്കന്മാർ, അവർക്ക് ഈ പറഞ്ഞ മേദ്യ സാമ്രാജ്യമാണെങ്കിലും ദാര്യവേഷ് ആണെങ്കിലും പിന്നീട് വന്ന കോരസ് ആണെങ്കിലും ഈ രാജാക്കന്മാർക്കൊക്കെ യഹൂദന്മാരുടെ ഒരു പ്രത്യേക അനുഭാവപൂർണമാകുന്ന നിലപാടുണ്ടായിരുന്നു.
അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും പാർസി രാജാവാകുന്ന കോരസിൻ്റെ കാലത്ത് ഇവരുടെ ഒരു പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് അത് ഒരു സത്യമായി തീരുകയാണ്. അങ്ങനെ പാർസി രാജാവാകുന്ന കോരസിനെയാണ് ദൈവം ഉപയോഗിച്ചത് ജനതയെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചുവിടുവാൻ ദൈവം ഉപയോഗിച്ചത് പാർസി രാജാവാകുന്ന കോരസിനെയാണ്. യെശയ്യാപ്രവാചകൻ കോരസിനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. കോരസിൻ്റെ ഇടയൻ, അതുപോലെ തന്നെ കോരസിൻ്റെ വലങ്കൈ ദൈവം പിടിച്ചിട്ടുണ്ട്. അവൻ്റെ മുമ്പിൽ താമ്രക്കതകുകൾ തുറന്നിരിക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിയും. അവൻ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കത്തക്കോണം ശക്തനായിത്തീരും. അങ്ങനെ പേർഷ്യൻ രാജാവാകുന്ന കോരസ് യഹൂദന്മാരുടെ തിരിച്ചുപോക്കിന്, പ്രവാസത്തിൽ നിന്നുള്ള മോചനത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമായി തീർന്ന രാജാവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ യഹൂദന്മാരുടെ ചരിത്രത്തിൽ പേർഷ്യൻ രാജാവാകുന്ന കോരസിനെ അവർക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. ആ ജനതയോടത്ര അനുഭാവപൂർണമാകുന്ന ഒരു നടപടി സ്വീകരിച്ച രാജാവാണ് കോരസ്. ഇതാണ് ചരിത്രം. ദാനിയേലിൻ്റെ ഉപവാസത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പാർസി ദേശത്തിൻ്റെ പ്രഭു എന്ന് പറയുന്ന ഒരു അന്ധകാരമണ്ഡലവുമായിട്ട് സ്വർഗമണ്ഡലങ്ങളിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേലിൻ്റെ ഉപവാസത്തിലൂടെ പേർഷ്യൻ ദേശത്തിൻ്റെ മുകളിൽ വ്യാപരിച്ച അധികാരശക്തി അത് കീഴടങ്ങി മാറുകയും ജനം സ്വതന്ത്രമാക്കുകയും ചെയ്യപ്പെട്ടു. ജനം കീഴടങ്ങുകയും പ്രവാസത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത സ്വതന്ത്രമാക്കുകയും ചെയ്യപ്പെട്ടു. ഇതാണ് ആ കാലഘട്ടത്തിലെ ചരിത്ര വിവരങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദാനിയേലിൻ്റെ മറ്റും പ്രാർത്ഥനയുടെ ഫലമായിട്ട് പേർഷ്യൻ ദേശത്തിൻ്റെ ശക്തി ക്ഷയിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ക്ഷയിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കരവലയത്തിൽ നിന്ന് ഈ ജനത വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം എങ്ങനെയാണോ ഫറവോൻ്റെ ശക്തി ക്ഷയിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടത്, അതുപോലെ തന്നെ പേർഷ്യൻ ദേശത്തിൻ്റെ ശക്തിയെ ദാനിയേലിൻ്റെ പ്രാർത്ഥന ക്ഷയിപ്പിച്ച്, ദാനിയേലിൻ്റെ മാത്രമല്ല 70 വർഷം ഈ ജനത മുഴുവൻ ഉപവസിച്ചെന്ന, എല്ലാ വർഷവും ചില മാസങ്ങൾ കണക്കുകൾ ക്രമീകരിച്ച് ഉപവസിച്ചെന്നാണ് പറയുന്നത്. ആ ഉപവാസത്തിൻ്റെ ഫലമായി പേർഷ്യൻ ദേശത്തിൻ്റെ ആ പൊളിറ്റിക്കൽ റലത്തിൽ, പൊളിറ്റിക്കൽ ചിന്താഗതിയിൽ ഉണ്ടായ മാറ്റം, രാജാവിൻ്റെ ഹൃദയം, പാർസി ദേശത്തിൻ്റെ രാജാവാകുന്ന കോരസിൻ്റെ ഹൃദയം ഈ ജനത്തിൻ്റെ നേരെ ദൈവം നീർത്തോട് പോലെ തിരിച്ച് അവർക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെയാണ് പ്രവാസത്തിൽ നിന്ന് ഇവർ മടങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യൻ രാജാക്കന്മാരുമായിട്ട് യഹൂദന്മാരുടെ ബന്ധം എല്ലാ കാലഘട്ടത്തിലും നല്ല ബന്ധമായിരുന്നു. പിന്നെ ഒത്തിരി ചരിത്ര സംഭവങ്ങൾ നടന്നു. രാഷ്ട്രങ്ങളുടെ ഭൂപടങ്ങൾ മാറി. ദാനിയേൽ പ്രവചിച്ചതുപോലെ പേർഷ്യൻ പ്രഭുവിന് ശേഷം യവന പ്രഭു വരും എന്ന പ്രവചനം നിവർത്തിക്കപ്പെട്ടു. അത് അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ, പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ റോമാ സാമ്രാജ്യത്തിലൂടെ ആ 4ാമത്തെ സാമ്രാജ്യം ഇന്നും ലോകത്തിൻ്റെ മുഖത്ത് നിലനിൽക്കുകയാണ്. ആ സാമ്രാജ്യത്തെ ഭരിക്കുന്ന അന്ധകാര മണ്ഡലത്തിന് ദാനിയേൽ കൊടുത്ത പേരാണ് യവനപ്രഭു. യവനപ്രഭു എന്ന് പറയുന്ന ഒരു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന പൈശാചികമാകുന്ന അതോറിറ്റി, ആ ഒരു പ്രഭുത്വം, ആ ഒരു പ്രിൻസിപ്പാലിറ്റിയെയാണ് യവനപ്രഭു എന്ന പദത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ആ ഒരു പൈശാചിക അതോറിറ്റിയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേദപുസ്തക പ്രവചനങ്ങൾ പഠിക്കുന്നവർക്ക് അറിയാം. യവനപ്രഭു റോമാ സാമ്രാജ്യത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്തത് ആ യവനപ്രഭുവാണ്. അതേ യവനപ്രഭുവാണ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. യവനപ്രഭുവിൻ്റെ പ്രത്യേകത ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം. യവനപ്രഭു മശീഹയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അപ്പോൾ ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് പാർസി ദേശത്തിൻ്റെ പ്രഭുവല്ല, യവനപ്രഭുവാണ്. ആത്മമണ്ഡലത്തിലുണ്ടായ ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇന്ന് ഇറാനുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു. ശരിക്കും യുദ്ധം നടക്കുമ്പോൾ പേർഷ്യൻ പ്രഭു ദാനിയേലിൻ്റെ കാലത്ത് തന്നെ വീണതാണെന്ന്, അല്ലെങ്കിൽ അവനെ വെട്ടിയതാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നിഗൂഢമാകുന്ന വളരെ മിസ്റ്ററി നിറഞ്ഞ പിന്നാമ്പുറ കാഴ്ചകളാണ്.
വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ, ഇതിനകത്ത് വ്യക്തത ലഭിക്കുകയുള്ളൂ. സമയ ചുരുക്കം നിമിത്തം ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് കടക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യങ്ങളെയൊക്കെ അധികരിച്ച് യവനപ്രഭു ആരാണ്, അവൻ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലും വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, ആ അന്ധകാര മണ്ഡലത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വേദപുസ്തക പഠനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു തരുവാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ ഇറാൻ്റെ ചരിത്രത്തിൽ മാത്രം നിൽക്കുകയാണ്. ഇറാൻ്റെ ഏറ്റവും റീസെൻ്റ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചു നോക്കിയാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഇറാൻ്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഇറാനിൽ ഭരിച്ചുകൊണ്ടിരുന്നത് പഹ്ലാവി എന്ന് പറയുന്ന രാജവംശമായിരുന്നു, രാജകുടുംബമായിരുന്നു. പഹ്ലാവി ഡൈനാസ്റ്റി എന്ന് വിളിക്കാൻ നമുക്ക് വരെ. അതായത് റീസ ഖാൻ പഹ്ലാവി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസർ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അയാൾ ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇറാൻ്റെ ഷാ അല്ലെങ്കിൽ കിങ് ആയിട്ട് സ്വയം അദ്ദേഹം സ്ഥാനമേൽക്കുകയാണ്, റീസ ഖാൻ പഹ്ലാവി. പിന്നീട് അദ്ദേഹം റീസ ഷാ പഹ്ലാവി എന്ന പേരിൽ അറിയപ്പെട്ടു. പഹ്ലാവി ഡൈനാസ്റ്റി എന്ന പേരിൽ ആ രാജകുടുംബത്തെ അറിയപ്പെടുവാനിടയെ തുടർന്നു. വളരെ ചെറിയ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ രാജകുടുംബം ഇറാനെ ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ഷാ പഹ്ലാവി, അപ്പൻ്റെ മരണശേഷം അദ്ദേഹമായിരുന്നു ഇറാൻ്റെ ഭരണാധികാരിയായിരുന്നത്. എന്നാൽ 1979 അവിടെയുണ്ടായ ഒരു വിപ്ലവം, ഒരു ആഭ്യന്തര വിപ്ലവം, പ്രത്യേകിച്ചും റിലീജിയസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മതപരമായിട്ട് നയിക്കപ്പെട്ട ഒരു വിപ്ലവം ഈ ഒരു രാജകുടുംബത്തെ അവരുടെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പുതിയ ഭരണ സംവിധാനം ഇറാനിൽ ഉടലെടുക്കുകയാണ്. അതായത് മതത്തിന് പ്രാധാന്യമുള്ള ഒരു ഭരണ സംവിധാനം. അയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ഇറാനിലെ മുസ്ലിം മതത്തിൻ്റെ അധ്യക്ഷൻ രാഷ്ട്രത്തിൻ്റെ പരമാധ്യക്ഷനായി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇറാനിൽ ഉണ്ടാകുകയാണ്. ഇറാനിൽ പ്രസിഡൻ്റൊക്കെ ഉണ്ട്, പക്ഷേ ആ പ്രസിഡൻറ്റിനെക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് ഇറാൻ്റെ മേലുള്ള ഏറ്റവും വലിയ പരമാധികാരി എന്ന് പറഞ്ഞാൽ ഈ അയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ആ ഒരു മത നേതാവാണ്. അതാണിപ്പോൾ ഇറാനിലെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ 1979 മുതൽ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ മിത്രമായിരുന്ന ഇറാൻ ഇസ്രായേലിൻ്റെ ശത്രുവായി മാറിയെന്നാണ് പറഞ്ഞു വരുന്നത്. വാർത്തകൾ കേട്ടിട്ടില്ലേ, പഴയ മിത്രം ഇപ്പോൾ ശത്രുവായി മാറിയിരിക്കുന്നു. സത്യത്തിൽ ഈ പറഞ്ഞ പഹ്ലാവി രാജ കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. ഈ പഹ്ലാവി കുടുംബത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, അതായത് ഈ ഇസ്ലാം റവല്യൂഷൻ നയിച്ചവരുടെ പരാതി, അവർ വെസ്റ്റേൺ അറ്റാച്ച്മെൻറ്റിലാണ്, വെസ്റ്റേണേഴ്സുമായിട്ടുള്ള ബന്ധത്തിലാണ് രാജ്യത്തെ ഭരിക്കുന്നത്. ശരിക്കും ഇറാനെ ഈ പഹ്ലാവി കുടുംബം നയിക്കുവാൻ ശ്രമിച്ചത് ഒരു മോഡേൺ ഇറാനാക്കിയതിനെ വളർത്തുക. അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലൊരു രാഷ്ട്രമാക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഈ പഹ്ലാവി ഷാ കുടുംബം ഭരിക്കുമ്പോൾ ഇറാനിൽ ഉണ്ടായിരുന്നത്. റീസ ഷാ ഒന്നാമൻ, മുഹമ്മദ് റീസ പഹ്ലാവി, ഇവരൊക്കെ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ്, അതേ പോളിസിയിലാണ് ഈ രാഷ്ട്രം മുൻപോട്ട് പോയത്. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ രാഷ്ട്രത്തെ ഒരു നേഷനായിട്ട് അംഗീകരിച്ച ആദ്യത്തെ അറബ് ദേശങ്ങളിലൊന്നാണ് ഇറാൻ. അതായത് അതോടൊപ്പം തന്നെ തുർക്കി. ബാക്കിയുള്ള അറബ് ദേശങ്ങളൊക്കെ ആരംഭകാലങ്ങളിൽ തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ തുർക്കിയും ഇറാനും ആരംഭത്തിൽ തന്നെ ഇവരൊരു നേഷനായിട്ട് അംഗീകരിച്ചു. പ്രത്യേകിച്ചും അറബ് ദേശങ്ങളിൽ ആദ്യമായിട്ട് ഇസ്രയേലിനെ അംഗീകരിച്ച ദേശങ്ങളിൽ ഒന്ന് ഇറാനാണ്. അങ്ങനെ അംഗീകരിക്കാൻ കാരണം എന്താ? അംഗീകരിക്കാൻ കാരണം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പഹ്ലാവി രാജകുടുംബമാണ്. അവരുടെ ബന്ധങ്ങൾ വെസ്റ്റേൺ ബന്ധങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രയേലിനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതായത് അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒക്കെ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ സ്ഥാപനത്തിന് പിന്നിൽ നിൽക്കുമ്പോൾ പഹ്ലാവി രാജകുടുംബവും ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുവാനിടയെ തുടർന്നു.
അതുകൊണ്ടൊക്കെ തന്നെ ഇസ്രയേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്ന ആരംഭ നാളുകൾ മുതൽ ഇറാനുമായിട്ട് ഒരു നല്ല ചങ്ങാത്തമാണ് ഇസ്രയേലിനുള്ളത്. കാരണം പഹ്ലാവി രാജകുടുംബവുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തം, ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യത്തെ അറബ് ദേശം. അന്നേരമൊന്നും ഇറാനും ഈ ഇസ്രയേലും തമ്മിൽ ഒരു വൈര്യവുമില്ല, ഒരു പ്രശ്നവുമില്ല. മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നത് ഇവർ ചങ്ങാതിമാരായിരുന്നു, പക്ഷെ പറയുന്നില്ല ചങ്ങാതിമാരാകാനുള്ള കാരണം എന്താണെന്ന് പറയുന്നില്ല. എന്നാൽ ഇന്ന് എന്താണ് സിറ്റുവേഷൻ? ഇന്ന് ഇറാൻ വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. എങ്ങനെ ശത്രുവായി മാറി? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പഹ്ലാവി രാജകുടുംബം 1979 ഇറാനിൽ ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. അവർക്ക് ആ ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇന്നും ഈ പഹ്ലാവി രാജകുടുംബത്തിലെ ക്രൗൺ പ്രിൻസ്, അതായത് 1960കളിൽ ഈ മുഹമ്മദ് റീസ പഹ്ലാവി, അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചപ്പോൾ അവനെ അടുത്ത അനന്തരാവകാശിയായി പ്രഖ്യാപിച്ച, ക്രൗൺ പ്രിൻസായി പ്രഖ്യാപിച്ച റീസ ഷാ രണ്ടാമൻ ഇന്നും അമേരിക്കയിൽ വാഷിങ്ടൺ DC അടുത്തുള്ള മേരിലാൻഡിൽ അദ്ദേഹം ഒരു പ്രവാസിയായി പാർക്കുന്നുണ്ട്, എക്സൈലിൽ പാർക്കുന്നുണ്ട്. 1979 ഇറാൻ വിട്ട് ഓടിപ്പോയതാണ്. ഇറാൻ വിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. പിന്നീട് ഇറാനിലെ സർക്കാർ, പുതിയതായി വന്ന സർക്കാർ അദ്ദേഹത്തെ തിരിച്ച് രാജ്യത്ത് പ്രവേശിക്കുവാൻ സമ്മതിച്ചില്ല. ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും 3 കുഞ്ഞുങ്ങളുമായിട്ട് അമേരിക്കയിൽ വാഷിങ്ടൺ DC അടുത്തുള്ള മേരിലാൻഡിൽ താമസിക്കുന്നു. ഇന്നും ആ മനുഷ്യൻ ജീവനോടുണ്ട്. പല വേദികളിലും താൻ പ്രസംഗങ്ങൾ നടത്തുന്നു. താൻ പ്രവാസത്തിൽ നിന്നുകൊണ്ട്, അതായത് ഇറാന് പുറത്തു നിന്നുകൊണ്ട്, ഇറാനിൽ ഒരു സുതാര്യമായ ഭരണം ഉണ്ടാകണമെന്നുള്ള വാദഗതികളുമായിട്ട് ആ ഒരു ആക്ടിവിറ്റീസ് വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുവാനിടയായി തീർന്നു. ഈ റീസ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന ക്രൗൺ പ്രിൻസ്, അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് തൻ്റെ ആഗ്രഹം ഡെമോക്രസിയുള്ള ഒരു ഇറാൻ തിരിച്ചുണ്ടാകണം, ഇറാൻ ജനത ഇറാനെ തിരിച്ചു പിടിക്കണം. ഇന്ന് നടക്കുന്ന ആ ഒരു ഭരണ സംവിധാനം ഇറാനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഇറാനെ തിരിച്ചു പിടിക്കണമെന്ന വാദഗതിയുമായിട്ട് ഈ പറഞ്ഞ റീസ ഷാ ഇന്ന് പുറത്തു നിന്നുകൊണ്ട് വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര ഇറാൻ, ഒരു ഡെമോക്രാറ്റിക് ഇറാൻ, സ്വാതന്ത്ര്യമുള്ള ഒരു ഇറാൻ്റെ ഒരു വക്താവായിട്ട്, ഒരു അഡ്വക്കേറ്റായിട്ട് താൻ ഇന്ന് അറിയപ്പെടുന്നു. സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി ശക്തമായ കാലമായതുകൊണ്ട് ഈ റീസ ഷായുടെ വാക്കുകൾ ഇറാൻ്റെ അകത്തെ ജനത കേട്ടുകൊണ്ടിരിക്കുന്നു. യൗവനക്കാർ പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് പലപ്പോഴും ഇറാനിൽ ഇന്ന് നിലവിലുള്ള ഭരണകൂടത്തിന് അത്ര സുഖകരമാകുന്ന ഒരു വാർത്തയല്ല. ഇറാനിലെ ജനത ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഒരു ഡെമോക്രസിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇറാനിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഈ അയത്തുള്ള ഭരണകൂടത്തിന് അത്ര സുഖകരമായൊരു കാര്യമല്ല, ഒരു വാർത്തയല്ല ഇത്തരം ചലനങ്ങൾ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇറാൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായത്? ഈ പറഞ്ഞ പഹ്ലാവി രാജകുടുംബം നിഷ്കാസനം ചെയ്യപ്പെട്ട ശേഷമാണ് ഇറാൻ പതിയെ പതിയെ ഇസ്രയേലിനെതിരായത്. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഇസ്രയേലിനെതിരെ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും, പല കോൺഫ്ലിക്റ്റുകളിലും പ്രത്യക്ഷത്തിൽ മുമ്പിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പാണെങ്കിൽ പരോക്ഷമായിട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിച്ചത് ഇറാനാണെന്ന് ഇസ്രയേലിന് തോന്നി. അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കി. ഒരു തരം നിഴൽ യുദ്ധമെന്ന് പറയാം. അതായത് മുൻപിൽ മറ്റേ ആരെങ്കിലും നിർത്തിയിട്ട്, പ്രോക്സി വാർ, മുൻപിൽ മറ്റാരെങ്കിലും നിർത്തിയിട്ട് ഇറാൻ അവരെ ഉപയോഗിച്ച് അവർക്ക് ആയുധങ്ങൾ കൊടുത്ത് ഈ ഇസ്രയേലിനെതിരെ യുദ്ധങ്ങൾ ചെയ്യുന്നു. ഇത് ഇസ്രയേലിനെ ഇറാനെതിരാക്കുവാൻ ഒരു കാരണമായി തീർന്നു. ഇന്ന് ഇസ്രയേൽ ശക്തമായിട്ട് വാദിക്കുന്നത്, ഇപ്പോൾ ഉണ്ടായ ഈ ആക്രമണങ്ങളുടെയൊക്കെ പിന്നിലുള്ള ഇസ്രയേലിൻ്റെ ഒരു വാദഗതി എന്ന് പറയുന്നത്, ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു, അതിന് തടയിടണം, ഇറാനെ കൊണ്ട് ആണവ ആയുധം ഉണ്ടാക്കിക്കുവാൻ പാടില്ല. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ടാക്കാം, അവർക്കുണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാക്കിക്കൂടാ? അത് രാഷ്ട്രത്തിൻ്റെ അധികാരമല്ലേ? അവരുടെ അധികാരപരിധിയിൽ നിൽക്കുന്ന കാര്യത്തിൽ എന്തിന് ഇസ്രയേൽ ഇടപെടുന്നു? ഇസ്രയേലിനുണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല? ഇതാണ് പൊതുസമൂഹം ഈ ഒരു ഇസ്രയേലിൻ്റെ നിലപാടിന് എതിരെ ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ മറുപടി ഇസ്രയേലിൻ്റെ ഭയം, ഇസ്രയേലിൻ്റെ മാത്രമല്ല, ഈ ആണവ ശക്തിയെ, അതിൻ്റെ മിസ്യൂസ്,
അതിൻ്റെ ദുരുപയോഗത്തെ ഭയപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭയം എന്താണെന്നറിയാമോ? ആണവശക്തി അതിഭീകരമാകുന്ന നശീകരണ ശക്തിയാണ്. ആണവായുധങ്ങൾ കയ്യിലെത്തിയാൽ ഏത് രാഷ്ട്രത്തെ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയാൻ കഴിയും. സർവനാശമാണ്. ഭൂമിയുടെ തന്നെ നാശത്തിന് കാരണമായി തീരും ഈ ആണവശക്തി. അപ്പോൾ ഈ ആണവശക്തി പല വൻപൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ആറ്റോമിക് ബോംബുകളെ അതിനെ ഉപയോഗിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പവർ. അങ്ങനെയുള്ള നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രങ്ങളുടെ കയ്യിൽ മാത്രമേ ആണവശക്തി സുരക്ഷിതമായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് മനുഷ്യരാശിക്ക് മുഴുവൻ അപകടമാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ വാദഗതി, ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാൽ ഇറാനിലെ ഭരണ സംവിധാനം സുസ്ഥിരമല്ല, അല്ലെങ്കിൽ ആ ഭരണ സംവിധാനം അതിന് തീവ്രവാദവുമായിട്ടൊക്കെ പല വിധത്തിൽ ബന്ധമുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇറാനിലുള്ളത്. ഈ അണുവായുധങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ തീവ്രവാദപരമാകുന്ന ആശയങ്ങളുള്ള ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ, XYZ എന്തുമാകട്ടെ, അതൊരു പൊളിറ്റിക്കൽ ശക്തിയാകാം, അതൊരു റിലീജിയസ് ശക്തിയാകാം, അവരുടെ കയ്യിലെത്തിയാൽ അതെത്ര വിനാശകരമായിരിക്കും. തെറ്റായ വ്യക്തിയുടെ കയ്യിൽ ആണവ ആയുധം എത്തിയാൽ ഒരു രാഷ്ട്രത്തിന് അവരുടെ കയ്യിലുള്ള ആണവശക്തിയെ അതിനെ നിഷേധാഠ്യത്തോടെ ഉപയോഗിക്കുവാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ അതിനെ ഉപയോഗിക്കാതിരിക്കുവാനുള്ള ആ ഒരു വിൽ പവർ ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല എങ്കിൽ, അവരുടെ കയ്യിലിരിക്കുന്ന അണുശക്തി, ആറ്റം ബോംബുകൾ മനുഷ്യരാശിക്ക് തന്നെ വിനാശമാണ് എന്ന ഒരു ഭയം. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയുടെ കയ്യിൽ അണുശക്തിയുണ്ട്. ഇന്ത്യ ആറ്റം ബോംബ് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കേപ്പബിളായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ആറ്റോമിക് എനർജിയെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, ബോംബുണ്ടാക്കുകയും അതിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ തന്നെ ഇന്ത്യയുടെ അയൽ രാഷ്ട്രമാകുന്ന പാകിസ്ഥാനും ക്ലെയിം ചെയ്യുന്നു അവർക്കും ആണവ ശക്തി ഉണ്ട് എന്നവർ ക്ലെയിം ചെയ്യുന്നു. അത് നമ്മെ അലോസരപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനറിയാം അവരുടെ കയ്യിലുള്ള അണുശക്തിയെ ഉപയോഗിക്കരുത്. എത്ര അതിനുവേണ്ടി പ്രലോഭനമുണ്ടായാലും എതിർ ശക്തികൾ, ശത്രു രാജ്യങ്ങൾ എത്ര ശക്തമായ പ്രഹരം ഏൽപ്പിച്ചാലും ഈ ആണവ ഊർജ്ജം അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉപയോഗിക്കുകയില്ല എന്ന ഒരു നിശ്ചയദാർഢ്യം ഇന്ത്യക്കുണ്ട്. അത് ഉപയോഗിക്കില്ല അവർ. അതാണ് ഇന്ത്യയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കുള്ള ഒരു ബോധ്യം. ഇന്ത്യയുടെ ഭരണകൂടത്തിന്, ഇന്ത്യയുടെ ഡെമോക്രസിക്ക്, ഇന്ത്യയുടെ രാഷ്ട്ര തലവന്മാർക്ക് പൊളിറ്റിക്കൽ വിൽ പവറുണ്ട്. ആണവ ഊർജ്ജം ഉപയോഗിക്കാനല്ല, ഉപയോഗിക്കാതിരിക്കാനുള്ള വിൽ പവറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് ഇന്ന് വരെ ഏതെങ്കിലും ലോകരാജ്യങ്ങൾ ഈ ആണവശക്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ സങ്കടങ്ങളോ അങ്ങനെ രേഖപ്പെടുത്താറുണ്ടോ? ഇല്ല. പക്ഷേ ഇറാനെക്കുറിച്ച് രേഖപ്പെടുത്തും, പാകിസ്ഥാനെക്കുറിച്ച് രേഖപ്പെടുത്തും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവ ഊർജ്ജം അത് സുരക്ഷിതമല്ല. എങ്ങനെ സുരക്ഷിതമല്ല? പാകിസ്ഥാനിലെ ഭരണ സംവിധാനം സുരക്ഷിതമല്ല. അവിടെ പവർ, അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇലക്ഷൻ കൊണ്ട് ജയിച്ച ഒരു പ്രസിഡൻ്റൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഭരിക്കുന്നത് സൈന്യത്തലവനും പിന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവികളും എല്ലാവരും ഓരോ അധികാര കേന്ദ്രങ്ങളായി നിൽക്കുകയാണ്. പിന്നെ പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ അവർ തന്നെ വളർത്തിയെടുത്തിട്ടുള്ള ഒത്തിരി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, അവരെല്ലാം പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ കേന്ദ്രങ്ങളിൽ യാതൊരു സ്ഥിരതയുമില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. വേണമെങ്കിൽ ഇന്നത്തെ പ്രസിഡന്റ് മാറി ഒരു മിലിറ്ററി അട്ടിമറിയിലൂടെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ടോ പാകിസ്ഥാൻ്റെ ഷാ ആയിട്ടോ പുതിയൊരാൾ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ രാജ്യത്ത്. അങ്ങനെ ഒത്തിരി അധികാര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിലുള്ളത്. തീവ്രവാദികൾ, ശക്തമായ തീവ്രവാദ സംഘടനകളുണ്ട്. നാളെ അവർക്ക് വേണമെങ്കിൽ ഭരണം പിടിച്ചെടുക്കാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ കയ്യിൽ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അണുബോംബ് വന്നാൽ എന്താ പിന്നെ സിറ്റുവേഷൻ? അവർക്ക് മുന്നും പിന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ നൈതികത, പൊളിറ്റിക്കൽ എത്തിക്സ് ഒന്നുമില്ല. അവരുടെ കയ്യിൽ കിട്ടുന്ന മാരക പ്രഹരശേഷിയുള്ള ആ ഒരു ബോംബിനെ ആരുടെ മേൽ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ലോകത്തിൻ്റെ ഭയം. അതായത് ഈ ഊർജത്തെ, ഈ ശക്തിയെ സേഫാക്കി വെക്കുവാൻ കഴിയാത്ത രാഷ്ട്രങ്ങൾ, അതിനുള്ള പൊളിറ്റിക്കൽ വിൽ പവർ ഇല്ലാത്ത രാഷ്ട്രങ്ങൾ, അതിനുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഇല്ലാത്ത രാഷ്ട്രങ്ങൾ. ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഡെമോക്രസി ശക്തമാണ്. അതാണ് ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളിലൊന്നും, പാകിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും, ലോകത്തിന് അവിടുത്തെ ഭരണകൂടം സ്ഥിരമായി നിൽക്കുമെന്ന് ഒരു വിശ്വാസവുമില്ല. അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ അവരുടെ കയ്യിലിരിക്കുന്ന ആണവ ശക്തി ഈ പറഞ്ഞ തെറ്റായ കരങ്ങളിലെത്തിയാൽ അത് മനുഷ്യവർഗത്തിന് തന്നെ വിനാശത്തിന് കാരണമായി തീരുമെന്ന് ഭയപ്പെടുന്നു. ഇസ്രയേൽ ഉന്നയിക്കുന്ന വാദം അതാണ്. ഇറാൻ്റെ കയ്യിൽ അണുശക്തി ഉണ്ടായാൽ അത് ഇസ്രയേലിന് മാത്രമല്ല ഭീഷണി, അത് തെറ്റായ ഏതെങ്കിലും കരങ്ങളിലെത്തുവാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇറാൻ ഒരു അണുശക്തിയായിട്ട് വളരാതെ തടയിടുക, അവരുടെ ഈ ആണവ പരീക്ഷണങ്ങളെ, അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒക്കെ മുളയിലെ നുള്ളുക, അതിനെ മുൻപോട്ട് കടത്തിവിടാതിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഈ മേഖലയെ സ്വാധീനിക്കുന്നത് കൂടെ പറഞ്ഞ് ഞാൻ ഈ പാഠഭേദം നിർത്തുകയാണ്. റഷ്യയുടെ ഇൻവോൾവ്മെൻ്റാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ. റഷ്യയും ഇറാനും കിഴക്കൻ രാജാക്കന്മാരും ഒക്കെ ചേർന്നാണ് ഇസ്രായേലിനെതിരെ വരുന്നത്. ഇവിടെ ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ആളുകൾക്കുണ്ടാകുന്നൊരു സംശയം, ഈ ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും ഒരുപോലെ ബന്ധമുള്ള രാഷ്ട്രമാണ് റഷ്യ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗോഗ് മാഗോഗ് ആ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ വരുന്നത്? ഇവിടെ കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. അതായത് ഈ റഷ്യ USSR എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യമായി നിന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഗോർബച്ചോവിൻ്റെ കാലത്തുണ്ടായ പരിഷ്കരണങ്ങൾ, മാറ്റങ്ങൾ റഷ്യയെ ഛിന്നഭിന്നമാക്കി. റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ കൊടിയിറക്കം സംഭവിച്ചു. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1980കളുടെ ചരിത്രമാണത്. അങ്ങനെ റഷ്യ ഒരു പുതിയ രാഷ്ട്രം, USSRൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയാം, റഷ്യ ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ദരിദ്ര രാഷ്ട്രമാകുന്ന, പട്ടിണി രാഷ്ട്രമാകുന്ന റഷ്യയാണ് നമ്മൾ കാണുന്നത്. ഒരു ബ്രെഡിന് പോലും ലക്ഷക്കണക്കിന് റൂബിൾ വിലയായി മാറിയ ഒരു റഷ്യയാണ് നമ്മൾ കാണുന്നത്. അന്ന് ആളുകളൊക്കെ ചോദിച്ചു, വേദപുസ്തക പ്രവചനം എങ്ങനെ ശരിയാകും? റഷ്യ USSR തകർന്നില്ലേ? ഞാനും ചിന്തിച്ചു, സത്യമാണല്ലോ. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പഠിപ്പിച്ചു, ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ റഷ്യയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അന്ന് റഷ്യ കുറേ കാലത്തേക്ക് തകർന്ന് താഴേക്ക് പതിച്ചെങ്കിലും ശീതയുദ്ധത്തിനൊക്കെ അവസാനം വന്നൊരു കാലഘട്ടമാണ്. കോൾഡ് വാർ, അമേരിക്കയുമായിട്ടുള്ള കോൾഡ് വാർ. അമേരിക്കയ്ക്ക് ഇനി അടിക്കാനൊരു ശത്രു ഇല്ലാതായി മാറി. അങ്ങനെ റഷ്യ തകർന്നു പോയൊരു കാലഘട്ടമാണ്. പിന്നെ കുറേ കാലത്ത് റഷ്യ അമേരിക്കയോട് യാതൊരു യുദ്ധവുമില്ല. യുദ്ധം ഇൻ ദ സെൻസ് ശീതയുദ്ധത്തിൽ ഒട്ടും പ്രസക്തിയില്ലാതെ വന്ന ഒരു കാലഘട്ടം. എന്നാൽ ഈ അടുത്ത സമയങ്ങളിലായി നമ്മൾ കാണുന്നത് റഷ്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. റഷ്യ തിരിച്ചു വരികയാണ്. റഷ്യ പ്രബലമാകുന്ന മിലിറ്ററി ശക്തിയായിട്ട് ഇന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ഓയിൽ പൊളിറ്റിക്സ് ഉണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിലെ എണ്ണ, ഓയിൽ, ഇതിന്മേലാണ് ലോകത്തിലെ വൻ ശക്തികളുടെ ഒക്കെ കണ്ണുകൾ. പണ്ട് ഈ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെയായിരുന്നു ഈ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഈ ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു അപ്രമാദിത്യം, ഒരു മോണോപോളി ഒക്കെ എടുത്തത് അവരായിരുന്നു. പക്ഷേ റഷ്യക്കത് അത്രമാൽ അത് താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇറാൻ ആയുധങ്ങൾ കൊടുത്തു തുടങ്ങി. എന്തിനു വേണ്ടി? ഈ ഓയിൽ പൊളിറ്റിക്സിൽ ഇറാനെ ഒരു പ്രധാന ഘടകമാക്കി നിർത്തിക്കൊണ്ട് റഷ്യയ്ക്ക് അവിടെ സ്വാധീനം ഉറപ്പിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, അഫ്ഗാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഒക്കെ റഷ്യയുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഓയിൽ പൊളിറ്റിക്സുമായിട്ടുള്ള ബന്ധത്തിൽ ഇനിയും മിഡിൽ ഈസ്റ്റിൽ ഉരുത്തിരിയാൻ പോകുന്ന രാഷ്ട്രീയ ധ്രുവീകരണങ്ങളിൽ
റഷ്യ ഇസ്രയേലിൻ്റെ പക്ഷമാകുകയില്ല. ഈ പറഞ്ഞതുപോലെ നിർലോഭം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് റഷ്യ മൂവ് ചെയ്യും. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ഓയിൽ പൊളിറ്റിക്സാണ്. ഓയിൽ പൊളിറ്റിക്സിന് സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു വാദഗതിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇന്നും ഇറാനിലെയൊക്കെ എണ്ണക്കിണറുകൾ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ ദേശത്തെ മറ്റ് എണ്ണക്കിണറുകളൊക്കെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ തുറക്കാൻ പാകത്തിൽ റഷ്യയുടെ കയ്യിൽ ഇഷ്ടം പോലെ എണ്ണപ്പാടങ്ങളുണ്ട്. അവർ അന്നേരം അത് തുറന്ന് വിറ്റ് ധനികരാകാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒത്തിരി പൊളിറ്റിക്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ പൊളിറ്റിക്സ് എല്ലാം കൂടെ ചേർന്നിട്ട്, ഓയിൽ പൊളിറ്റിക്സും പിന്നെ മധ്യപൗരസ്ത്യ ദേശത്തെ പ്രധാന മതത്തിൻ്റെതാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ വളരെ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വലിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം പ്രവചിച്ച ഭാവികാല യുദ്ധങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി ഈ യുദ്ധവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വേദപുസ്തക പ്രവചനങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരുന്ന് ഇനിയും കാണുവാനുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ ഇനിയും ബാക്കിയുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.